ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതിയ സീസണിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളായിട്ട് പുതുമ നിറഞ്ഞ ഒരു സീസൺ ആയിരിക്കും ഇതെന്നാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ പ്രോമോ വന്നിരിക്കുകയാണ് അപ്പോൾ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഒന്നാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് അൻസിബ. നമുക്കറിയാം, ദൃശ്യം സിനിമയിലൂടെ അൻസിബ വളരെ പോപ്പുലറാണ്. ദൃശ്യം സിനിമയിൽ മോഹൻലാലിൻ്റെ മകളായിട്ട് അഭിനയിച്ച ആളാണ് അൻസിബ. ദൃശ്യം 2ലും നന്നായി തന്നെ അൻസിബ തിളങ്ങിയിരുന്നു. അപ്പോൾ ദൃശ്യം സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ആളാണ് അൻസിബ. അപ്പോൾ അൻസിബയാണ് നമ്മൾ ഒന്നാമത്തെ കണ്ടസ്റ്റൻറ്റ്. രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ജിൻഡോ ആണ്. ജിൻഡോ ഒരു ബോഡി ബിൽഡറാണ്. അപ്പോൾ ജിൻഡോ ആണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് യമുന റാണിയാണ്. യമുന റാണിയെ നമുക്കെല്ലാവർക്കും അറിയാം, ഫിലിമിലും അതുപോലെ ഒരു സൈൻ ആർട്ടിസ്റ്റാണ്. സീരിയലിലെല്ലാം തിളങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ യമുന റാണിയെ നമ്മൾ ബിഗ് ബോസിലൂടെ വീണ്ടും കാണാം. നാലാമതായിട്ട് വരുന്നത് ഋഷിയാണ്. അപ്പോൾ ഋഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മുടെ ഉപ്പും മുളകുമിലെ മുടിയൻ എന്ന് പറഞ്ഞാലേ എല്ലാം ശരിക്കും അറിയുള്ളൂ. അപ്പോൾ മുടിയനാണ് നാലാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ കണ്ടസ്റ്റൻ്റ് വരുന്നത് ജാസ്മിൻ ജാഫറാണ്. ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അതായത് ബ്യൂട്ടി വ്ളോഗ്സ് എല്ലാം ചെയ്യുന്ന ആളാണ് ജാസ്മിൻ ജാഫർ. അഞ്ചാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് ജാസ്മിൻ ജാഫറാണ്. ആറാമത്തെ കണ്ടസ്റ്റൻ്റായി വരുന്നത് സിജോ ആണ്. സിജോയും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് സിജോ എന്നാണ് ഈ ഒരു ലോഞ്ചിൽ മനസ്സിലാവാൻ സാധിച്ചത്. ഏഴാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ശ്രീതു കൃഷ്ണനാണ്. ശ്രീതു കൃഷ്ണൻ ഒരു ആർട്ടിസ്റ്റാണ്, അതായത് ഒരു സൈൻ ആർട്ടിസ്റ്റാണ്. ആള് ഒരു ചെന്നൈ ബേസ്ഡാണ്. ആൾ ചെന്നൈയിൽ സെറ്റിൽഡ് ആയ ആളാണ്. ശ്രീതു കൃഷ്ണൻ സീരിയലിലെല്ലാം വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എട്ടാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ജാൻമണിയാണ്. ജാൻമണി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ആക്ച്വലി നല്ല സെലിബ്രിറ്റീസിനെല്ലാം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ അടുത്തത് 9ാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് രതീഷ് കുമാറാണ്. തൃശ്ശൂരുകാരനാണ് രതീഷ് കുമാർ. അങ്ങനെ 10ാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നതാണ് ശ്രീരേഖ ഒരു സൈക്കോളജിസ്റ്റാണ്. ആളൊരു ആക്ട്രസ്സാണ്. പിന്നെ അതുപോലെ സിംഗറാണ്, ഡാൻസറാണ്. പിന്നെ ആൾക്ക് സ്റ്റേറ്റ് അവാർഡെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് ശ്രീരേഖ. മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ശ്രീരേഖ. 11ാമതായിട്ട് വരുന്നത് റോക്കി അസീനാണ്. റോക്കി അസീം ഇതുപോലെ ഒത്തിരി ടാലൻ്റുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. പിന്നെ 12ാമതായിട്ട് വരുന്നതാണ് അപ്സര ഒരു സീരിയൽ ഒരു സൈൻ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ സീരിയലിലും ടെലിവിഷനിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റിയൽ ലൈഫ് ആളുടെ ബിഗ് ബോസിലൂടെ നമുക്ക് ആളുടെ ഒരു റിയൽ നേച്ചർ എങ്ങനെയാണെന്നുള്ള നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്ന് കരുതാം. അടുത്ത 13ാമതായിട്ട് വരുന്നത് ഗബ്രി ജോസ് ആണ്. ഗബ്രി ജോസ് ഒരു ആക്ടറാണ്. ആൾക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ ഒരു വേദി കിട്ടിയിരിക്കുന്നത്. എന്തായാലും ആളൊരു നല്ല കണ്ടസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. 14ാമതായിട്ട് വരുന്നത് നോറാണ്. നോറ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. നല്ല ഹോപ്പോടു കൂടിയാണ് നോറ ബിഗ് ബോസിൽ എത്തിയിട്ടുള്ളത്. നമുക്കും കാത്തിരുന്ന് കാണാം. 15ാമത്തെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് അർജുനാണ്. അർജുനും നല്ലൊരു സ്മാർട്ട് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നല്ലൊരു ഹോപ്പുള്ള, നല്ലൊരു കോൺഫിഡൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. 16ാമത്തേതായി വരുന്നത് സുരേഷ് മേനോനാണ്. സുരേഷ് മേനോൻ നമ്മൾ മോഹൻലാലിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭ്രമരം സിനിമയിലൊക്കെ കണ്ടതാണ്. ആൾ അടിമുടി മാറി വേറെ പുതിയൊരു ലുക്കിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആളും ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. 17ാമത്തായി വരുന്നതാണ് ശരണ്യ ആനന്ദും ഇതുപോലെ ടെലിവിഷൻ അല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരുപാട് ഓഡിയൻസിനെല്ലാം, ഈ ഫാമിലി ഓഡിയൻസിനെല്ലാം അറിയാവുന്ന ഒരാളാണ് ശരണ്യ ആനന്ദ്. പിന്നെ 18ഉം 19ആയിട്ട് കോമണേഴ്സ്, 2 പേര് കോമണേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. നിഷാന അതുപോലെ റാസ്മിൻ ബായ്. 2 പേരാണ് കോമണേഴ്സ് ആയിട്ട് ഇപ്രാവശ്യം കോമൺ കണ്ടസ്റ്റേഴ്സ് ആയി വരുന്നത്. ടോട്ടൽ 19 കണ്ടസ്റ്റൻസ് ആണ് ഇപ്രാവശ്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് നല്ലൊരു പോരാട്ടമായിരിക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അതുപോലെ
നാളത്തെ പ്രോമോ കൂടെ റിലീസായിട്ടുണ്ട്. അപ്പോൾ പ്രോമോ കണ്ടവർക്കറിയാം, അടി ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബായ്.